ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബറിറ്റോ ബൗള്. ഇതൊരു മെക്സിക്കൻ റൈസ് ബൗളാണ്. റൈസും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് സൈഡ് ഡിഷും കൂടിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ മീലാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം മെക്സിക്കൻ സീസണിങ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. ഈ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറെല്ലാം കടയിൽ വാങ്ങിക്കാൻ കിട്ടും. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആവാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിൽ 2-3 സെക്കൻഡ് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം ഇളക്കി മിക്സ് ആക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ മതി. ഇത് പൾസ് മോഡിൽ 2-3 മിനിറ്റ് അടിച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ അടിച്ചെടുത്ത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിനി ബൗളിലേക്ക് മാറ്റാം. ഇത് മാറ്റി വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് ബസ്മതി റൈസ് വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് വേവിച്ചെടുക്കണം. അരി വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു പാത്രത്തിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് എടുത്തു വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ ബട്ടറും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വേവിക്കാം. ഇപ്പോ റൈസ് പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കുറച്ച് മല്ലിയില മുറിച്ചതും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. മല്ലിയിലെല്ലാം കുറച്ച് അധികം ഉണ്ടെങ്കിൽ അധികം ഇടാം. ലെമൺ ജ്യൂസ് കുറച്ച് അധികം ഒഴിക്കാം. ഇത് ലെമൺ കൊറിയൻഡർ റൈസ് ആണ്. അപ്പൊ ലെമണിന്റെ ഫ്ലേവർ കുറച്ച് അധികം ഉണ്ടാവും, നല്ലതായിരിക്കും. ബറിറ്റോ ബൗളിലെ റൈസ് റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. ഇനി രാജ്മ പയർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് രാജ്മ പയർ എടുത്ത് അതിലേക്ക് നല്ലോണം മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 8 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെള്ളം ഊറ്റിയെടുത്താണ്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഈ രാജ്മ പയർ ജസ്റ്റ് മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. എന്റെ കുക്കറിൽ ഒരു 2 വിസിൽ വന്നാൽ തന്നെ ഇത് വേവും. നിങ്ങളുടെ കുക്കറിന്റെ വേവിനനുസരിച്ച് എത്ര വിസിൽ വരേണ്ടതെന്ന് നോക്കിയിട്ട് വേണ്ട പോലെ ചെയ്യാം. കടലയൊക്കെ വേവിക്കുന്ന അത്ര വിസിൽ വന്നാൽ മതിയാവും. രാജ്മ പയർ വേവാൻ വെച്ചത് 2 വിസിൽ വന്ന് തീ ഓഫ് ചെയ്ത് ആവുമ്പോഴത്തേക്കും പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു സവാള വളരെ ചെറുതായി മുറിച്ചതും 5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും 1 പച്ചമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. സവാള ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ച് ചേർത്ത് വഴറ്റാം.
ഇത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. തക്കാളി നല്ല വെന്ത് കുഴഞ്ഞ ഭാഗത്തിനാവുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മെക്സിക്കൻ സീസണിങ് 1 ടീസ്പൂൺ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച രാജ്മ പയർ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഈ രാജ്മ പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ്. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ചേർക്കാം. റൈസ് എല്ലാം ഉപ്പുള്ളതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഇതിന്റെ വെള്ളമെല്ലാം ഏകദേശം വറ്റി നല്ല കുറിയ ഭാഗത്തിനായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ബൊറിറ്റോ ബോളിലെ രാജ്മ കറി റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും, ഒരു സവാള ചെറുതായി മുറിച്ചതും, വലിപ്പം കുറഞ്ഞൊരു കാപ്സിക്ക ചെറുതായി മുറിച്ചതും, ഒരു പകുതി തക്കാളി മുറിച്ചതും ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പനീർ ചതുര കഷ്ണങ്ങളെ മുറിച്ചും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ചൂടാക്കാം. അധികം വേവും ഫ്രൈ ആവുമൊന്നും വേണ്ട, നല്ലോണം ചൂടായാൽ മാത്രം മതി. ഡീപ് ഫ്രൈഡ് ആണ്. ഇത് ഏകദേശം ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നേരത്തെ ഉണ്ടാക്കിയ മെക്സിക്കൻ സീസണിങ് 1 ടീസ്പൂണും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലോണം മടക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഒരു സാൽസ ഉണ്ടാക്കണം. ഞാനിപ്പോൾ ചെറിയ അളവിൽ ഉണ്ടാക്കുന്നില്ലോ. ഒരു ബൗളിലേക്ക് ഒരു പകുതി സവാള ചെറുതായി മുറിച്ചതും, ഒരു പകുതി തക്കാളി ചെറുതായി മുറിച്ചതും, ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോൺ വേവിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഇല്ലെങ്കിൽ ഒഴിവാക്കി ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. മല്ലിയില അധികം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം ഇടാം. എൻ്റെ അടുത്ത് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചിട്ടത്. ബൊറിറ്റോ ബോളിലെ സാൽസ റെഡിയാണ്. ഇനി ബൊറിറ്റോ സോസ് ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർക്കാം. 1/2 ടീസ്പൂൺ നേരത്തെ ഉണ്ടാക്കിയ മെക്സിക്കൻ സീസണിങ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് 2 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഇത് ചേർക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് എല്ലാം കൂടി നല്ലോണം അടിച്ചെടുക്കാം. ബറിറ്റോ സോസ് റെഡിയാണ്. ഇനി ബറിറ്റോ ബോൾ സെർവ് ചെയ്യാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം റെഡിയാക്കി വെച്ച റൈസ് വിളമ്പാം. ഇനി ഒരു സൈഡിന് രാജ്മ കറി വിളമ്പാം. പനീറും വെജിറ്റബിൾസ് എല്ലാം ഇല്ലേ സൈഡ് ഡിഷ് വിളമ്പാം. പനീർ വെജീസ്. റെഡിയാക്കി വെച്ച സാൽസ വിളമ്പാം. ഇതിൽ ഉള്ളിയും തക്കാളിയെല്ലാം കുറച്ച് അധികം ഇട്ടാൽ നല്ലതായിരിക്കും. റെഡിയാക്കി വെച്ച ബറിറ്റോ സോസ് വിളമ്പാം. കുറച്ച് അവോക്കാഡോന്റെ കഷ്ണം വിളമ്പാം. കുറച്ച് ലെറ്റ്യൂസിന്റെ കഷ്ണം വിളമ്പാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മെക്സിക്കൻ ബറിറ്റോ ബോൾ റെഡിയാണ്. ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.